പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ഭാവി തീർന്നു. ഇനി നോക്കേണ്ട ആവശ്യമില്ല. ഏകദേശം ഒരെണ്ണോ രണ്ടോ കൊല്ലം കൊണ്ട് രാഹുൽ തീർന്നു, കഥ തീർന്നു എന്ന് ഞാനൊരു വീഡിയോ ചെയ്തപ്പോ ആ വീഡിയോയ്ക്ക് താഴെ വന്ന് എന്നെ പൊങ്കാലയിടുന്ന കുറെ രാഹുൽ ഭക്തർ. അല്ല, ഞാൻ ആലോചിക്കുകയാണ്, ഞാൻ ഇത്രയും നാൾ ചെയ്ത ഏതെങ്കിലും ഒരു വീഡിയോ അവർ കണ്ടിട്ടുണ്ടോ? രാഹുൽ മാങ്കൂട്ടം ഒരു സ്ഥാനാർത്ഥിയായിട്ട് വന്ന് ഇവിടെ അദ്ദേഹത്തിന്റെ കഴിവ് തെളിയിക്കണം എന്ന് എത്രയോ കാലമായി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ വിഷയം FIR ഒക്കെ വരുന്നതിന് മുമ്പ് വീട്ടിൽ ചടഞ്ഞിരുന്നപ്പോ ഇന്ന് അയാൾ, അതായത് അന്നത്തെ ദിവസം അദ്ദേഹം നിയമസഭയിലേക്ക് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വലിയ അപകടമാണ് എന്ന് വിളിച്ചു പറഞ്ഞ വ്യക്തികളിൽ ഒരാളെ ഞാൻ. അയാളെ നേരിട്ട് വിളിക്കുകയും ചെയ്തിരുന്നു. ഫോൺ എടുത്തിട്ടില്ല, അന്ന് ഫോൺ എടുക്കുന്ന ഒരു പതിവില്ലല്ലോ. അങ്ങനെ എന്തായാലും അദ്ദേഹം നിയമസഭയിൽ ഹാജരായി. അതുകൊണ്ട് എന്തായി, VD സതീശൻ പക്ഷത്തിന്റെ അല്ലെങ്കിൽ കുറെ കടക്കഴുമാരുടെ പരിപാടി നടന്നില്ല. അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചു. എന്നാൽ അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ 100% പരാജയപ്പെട്ടു എന്നാ പറഞ്ഞ രാഷ്ട്രീയമായിട്ട്. അതേസമയം അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള ഈ കേസുകളെല്ലാം നേരിടുന്നതിൽ അദ്ദേഹം വിജയിച്ചു. അതിൽ സംശയമൊന്നുമില്ല. കോടതി അദ്ദേഹത്തിന് അനുകൂലമായി തന്നെ നിൽക്കും. ഈ കേസിൽ, ഈ 3 കേസിലും, നിലവിലുള്ള 3 കേസിലും അദ്ദേഹത്തെ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല. അത് നമുക്കറിയാം. പക്ഷെ കേരളത്തിൽ ഇതൊക്കെ ചെയ്യിച്ചത് ആരാണ് എന്നത് അറിയാതെ, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് എന്നറിയാതെ, ഞാൻ കഴിഞ്ഞ തവണ ഇട്ട ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ഭാവി തീർന്നു എന്നുള്ള കമന്റ്, ആ വീഡിയോയ്ക്ക് താഴെ വന്ന് കമന്റ് ഇടുന്നവർ, അവർ ചിന്തിക്കാത്ത കാര്യമാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞത്. ഈ വീഡിയോയിൽ പറയുന്നു, ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം എന്തിനു വേണ്ടിയിട്ടാണ് എന്ന്. രാഹുൽ മാങ്കൂട്ടം ആർക്കൊക്കെയാണ് തടസ്സം എന്ന് നിങ്ങൾ ചിന്തിക്കണം. ആർക്കൊക്കെയാണ് തടസ്സം? ഒന്നാമത് ഇവിടുത്തെ ഇടതുപക്ഷത്തിന് തടസ്സമാണ്. അവരുടെ അഴിമതികൾ, പ്രത്യേകിച്ച് പിണറായിസത്തെ മുഴുവൻ പൊളിച്ചെടുക്കുന്ന, എടോ പിണറായി എന്ന് വിളിക്കാൻ കെൽപ്പുള്ള, അങ്ങനെ വിളിച്ചിട്ടുള്ള ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരേ ഒരു മനുഷ്യനാണ്. അതായത് ഒരു നേതാവാണ്, ഒരു യുവാവാണ്. ആ നിലയിൽ വിളിക്കാനുള്ള ധൈര്യമുള്ള വേറെ ആരും വിളിച്ചിട്ടുമില്ല. അതൊരു അഹങ്കാരമാണോ അഹംഭാവമോ അതൊക്കെ വേറെ വിഷയമാണ്. ഏതായാലും അത്രത്തോളം തന്റെ ഇടമുള്ള ഒരു വ്യക്തി വളർന്നു വന്നാൽ അവൻ തങ്ങളുടെ ഭരണത്തിലുള്ള അഴിമതികൾ, ഇപ്പൊ അറിയാലോ, വയനാട്ടിലെ നോക്കി 750 കോടിയാണ് അവിടെ പിരിഞ്ഞത്. 250 കോടി രൂപയുടെ പദ്ധതി നടപ്പിലാക്കിയിട്ട് അതിനെ പൊക്കിപ്പിടിച്ച്, പദ്ധതി മോശമെന്ന് ഞാൻ പറയുന്നില്ല, നല്ല രീതിയിൽ തന്നെ നടപ്പിലാക്കി. പക്ഷെ ബാക്കിയുള്ള പൈസ മുക്കി. ആ മുക്കിയ അതിനെക്കുറിച്ച് ഇവിടെ ചോദിക്കാൻ കെൽപ്പുള്ള ആരാ ഉള്ളത്? പ്രതിപക്ഷ നേതാവ് VD സതീശൻ മിണ്ടുന്നുണ്ടോ? അല്ലെങ്കിൽ അതുപോലെ വേറെ ആർക്കും മിണ്ടുന്നുണ്ടോ? രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിക്കും. അങ്ങനെ ചോദിക്കുന്നവനെ മൂലക്കിരുത്തണം. അതിനു വേണ്ടിയിട്ട് ഇവിടുത്തെ ഇടതുപക്ഷത്തിന് രാഹുൽ മാങ്കൂട്ടത്തിനെ ഒതുക്കണം. വേണം. പിന്നെ രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ അങ്ങോട്ട് ഉയർന്നു വന്നു കഴിഞ്ഞാൽ തങ്ങളുടെ രാഷ്ട്രീയ ഭാവി, തങ്ങളുടെ കിഴവന്മാരുടെ രാഷ്ട്രീയ ഭാവി പോകുന്ന കോൺഗ്രസിലെ ഒരു വിഭാഗം കടക്കിഴവന്മാരും വിചാരിക്കുന്നുണ്ട്. അല്ലെ, രാഹുല് ഇത്രയും ശക്തനായി കയറി വരാൻ പാടില്ല. തങ്ങളുടെ അടിയിൽ, തങ്ങളുടെ കാലിന്റെ കീഴിൽ ചൊൽപ്പടിക്ക് കിടക്കാൻ പറ്റുന്ന അണികൾ അല്ലെങ്കിൽ നേതാക്കൾ, ചോട്ടാ നേതാക്കൾ മതി ഇവിടെ എന്ന് ചിന്തിക്കുന്ന കുറെ കോൺഗ്രസ്സുകാരുണ്ട്. അങ്ങനെയുള്ള കോൺഗ്രസ്സുകാരുടെ കീഴിൽ ഇവൻ കിടക്കാത്തത് കൊണ്ട് അവർക്കും ഇവനെ ഒതുക്കണം, രാഹുൽ മാങ്കൂട്ടത്തിനെ ഒതുക്കണം. ഈ വസ്തുത ആർക്കാ അറിയാത്തത്? ഇത് രാഹുൽ മാങ്കൂട്ടത്തിനാ മനസ്സിലാകാത്തത്. അല്ലെങ്കിൽ എന്റെ വീഡിയോയ്ക്ക് താഴെ വന്ന് കമന്റ് എഴുതി എന്നെ തെറി വിളിക്കുന്നവർക്ക് മനസ്സിലാകാത്തത്. നിങ്ങൾ ചിന്തിക്കണം, ഇവര് രണ്ടുപേരും കൂടെ കളിച്ച കളിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നിട്ടുള്ള കേസ്. ഒരു കേസ് വരുന്നത് നേരെ മുഖ്യമന്ത്രിയുടെ ഇമെയിലേക്ക്, ഇല്ലേ? രണ്ടാമത്തത് വരുന്നത് പ്രതിപക്ഷ നേതാവിന്. ഇങ്ങനെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും രണ്ടുപേരും കൂടെ കൂട്ടിക്കളിച്ച് അവരുടെ പൊതുശത്രുവായിട്ടുള്ള, അല്ലെങ്കിൽ പൊതുശല്യമായിട്ടുള്ള, അല്ലെങ്കിൽ രണ്ടുപേർക്കും പൊതു തടസ്സമായി നിൽക്കാൻ സാധ്യതയുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെ ഇല്ലാതാക്കാൻ ഇടതും വലതും ഒരുമിച്ച് കളിച്ചതിന്റെ ബാക്കിയാണത്. അത് മനസ്സിലാക്കണ്ടേ? അത് രാഹുൽ മാങ്കൂട്ടത്തിൽ മനസ്സിലാക്കണ്ടേ? കോൺഗ്രസിന്റെ നേതൃത്വം ഒന്നടങ്കം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചതിക്കല്ലേ? അല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ കാള പറ്റുമെന്ന് കേൾക്കുമ്പോൾ ഉടനെ കയറെടുക്കുവോ? എന്താ CPM അങ്ങനെ എടുക്കുന്നില്ലല്ലോ? അവിടെ നേതാക്കന്മാരും അല്ലാത്തവരും MLA മാരായിട്ടുള്ളവരും അങ്ങനെ കുറെ പേരുണ്ടല്ലോ, പെണ്ണ് കേസിലും അല്ലാത്ത കേസിലും ഒക്കെ പെട്ടിട്ട്. ഈ അവസാനം KB ഗണേഷ്കുമാറും പെട്ടല്ലോ ഒരു വിവാദത്തില്. എന്നിട്ട് എന്തെങ്കിലും ഒരു എക്സ്പ്ലനേഷൻ KB ഗണേഷ്കുമാറിനോട് മുഖ്യമന്ത്രി ചോദിച്ചായിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു വാർത്ത കേട്ടോ? കേട്ടില്ല, കേൾക്കുകയില്ല. കാരണം അത് അവരുടെ ആഭ്യന്തര വിഷയമാണ്. അത് തീർക്കാൻ അവർക്കറിയാം, അത് സോൾവ് ചെയ്യാൻ അവർക്കറിയാം. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ അത് സോൾവ് ചെയ്യാനോ അല്ലെങ്കിൽ അയാളെ സഹായിക്കാനോ, നിയമപരമായി സഹായിച്ചാൽ മതി, വഴിവിട്ട് സഹായിക്കേണ്ട. ആ നിലയിൽ ഒരു സഹായം അയാൾക്ക് കൊടുക്കാനോ അയാളൊന്ന് പിന്തുണയ്ക്കാനോ ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വം ഉണ്ടായില്ല. കാരണം അവരുടെയൊക്കെ ചില ഗവർണർമാരുടെയും CPM-ന്റെയും എല്ലാം പൊതു ലക്ഷ്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ മൂലക്കിരുത്താന്നുള്ളത്. ആ ലക്ഷ്യത്തിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ സാക്ഷാത്കാരം ഉണ്ടാക്കി കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാവി തീർന്നോന്ന്. കാരണം അവരുടെ ഉദ്ദേശം എന്തായിരുന്നു? കേസ് കൊടുത്ത് ഒതുക്കുക, അല്ലെ? ഒരു കേസ് കൊടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ ഒതുക്കുക, പെണ്ണ് കേസിൽ പെടുത്തി മൂലക്കിരുത്തുക. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ തീർന്നു പോകും. അത് രണ്ടുപേരും കൂടെ സപ്പോർട്ട് ചെയ്തു. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അതിൽ നിന്ന് അതിശക്തമായി അതിജീവിച്ചു വരുന്ന നമ്മൾ കണ്ടു. കോടതികളൊക്കെ അയാളുടെ വാദം അംഗീകരിച്ചുകൊണ്ട് ഇവരുടെ ഈ ഇരകൾ എന്ന് അവകാശപ്പെട്ടു വന്ന സ്ത്രീകളുടെ ആരുടെയും പരാതികൾക്ക് നിലനിൽക്കില്ല എന്ന നിലയിൽ അത് ചില ചോദ്യങ്ങൾ കോടതി അങ്ങോട്ട് ചോദിച്ചുകൊണ്ട് ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നത് നമ്മൾ കണ്ടു, ഇല്ലേ? ഇതെല്ലാം നമ്മൾ കണ്ടല്ലേ? അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ രക്ഷപ്പെട്ടു വരുമെന്ന് കരുതി. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ
ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും അയാൾ പിടിച്ചു കയറൂലേ? അങ്ങനെ കയറാൻ പാടില്ലല്ലോ. അങ്ങനെ കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഈ കേസുകൾ ഉണ്ടാക്കിയത്. അപ്പോൾ അയാൾ തകർന്ന് തരിപ്പണമാകണം. അത് പ്രതിപക്ഷത്തിന്റെയും കോൺഗ്രസിന്റെ ഒരു വിഭാഗത്തിന്റെയും ആവശ്യമാണ്. ആ ആവശ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തി കൊടുത്താൽ നമ്മുടെ മലയാളികൾക്ക് ഒരു ശീലമുണ്ട്, കുറച്ച് കഴിയുമ്പോൾ എല്ലാം അങ്ങോട്ട് മറക്കും. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ തെരഞ്ഞെടുപ്പിൽ രംഗത്ത് ഒരു സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് വിജയിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, അയാളുടെ കഴിവ് പ്രകടിപ്പിക്കാൻ അയാൾ ഈ രാഷ്ട്രീയ രംഗത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ചുക്കുമാവൂല. കാരണം കോൺഗ്രസ് നേതൃത്വം അയാളെ സപ്പോർട്ട് ചെയ്യില്ല, അയാൾ കോൺഗ്രസിലേക്ക് വരികയുമില്ല. അതുപോലെ മറ്റു പാർട്ടികൾ കാലഹരണപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിനെ അവോയ്ഡ് ചെയ്യുകയും ചെയ്യും. അതോടുകൂടി രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ, ഈ നല്ലൊരു ഒരു കഴിവും പ്രാപ്തിയുമുള്ള ബോധമുള്ള ഒരു ചെറുപ്പക്കാരൻ, അതായത് പൊളിറ്റിക്കലി നാട്ടുകാരെ സഹായിക്കണമെന്നും നാട്ടുകാരോടെ നിൽക്കണമെന്നും ഒരു ജനപ്രതിനിധിയായി എങ്ങനെ നിൽക്കണമെന്നും കാണിച്ചു തന്നിട്ടുള്ള ആ ഒരു ചെറുപ്പക്കാരന്റെ രാഷ്ട്രീയ ഭാവി അതെന്നേക്കുമായി അടഞ്ഞു പോകുന്നതിലുള്ള സങ്കടമാണ് ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോയിലൂടെ പറഞ്ഞത്. അതിനും വിവരദോഷികളായിട്ടുള്ള കുറെ മഹാപണ്ഡിതന്മാർ വന്ന് തെറി വിളിക്കുന്നത് കണ്ടു. അല്ല, ഞാൻ ആലോചിക്കുന്നത് ഇവർക്ക് എന്ത് കണ്ടിട്ടാണ് സംസാരിക്കുന്നത് എന്നാണ്. ഈ രണ്ട് വിഭാഗത്തിനും രാഹുൽ മാങ്കൂട്ടത്തിനെ തകർക്കലല്ലേ ആവശ്യം? കോൺഗ്രസിന്റെ കടക്കടന്മാർക്ക്, വി ഡി സതീശനുള്ളവർക്ക് അടക്കമുള്ളവർക്ക് മുഴുവൻ ആൾക്കാർക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ വേണ്ട. അതിന്റെ കാരണം ഞാൻ എന്റെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ആദ്യം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ ആളായിരുന്നു, തേനും പാലും ഒലിപ്പിക്കുന്ന ആളായിരുന്നു. പിന്നീട് നേരെ അവിടെ നിന്ന് മാറി നേരെ KC വേണുഗോപാൽ പക്ഷത്തേക്ക് പോയി. മുഖ്യമന്ത്രി സ്ഥാനം വേണുഗോപാൽ അടിച്ചെടുക്കുമെന്നൊരു ഭയം വന്നു. അങ്ങനെ വന്നപ്പോ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും വേണുഗോപാൽ പക്ഷത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് പിന്നെ അതിനുള്ള സ്ഥാനമില്ല. അങ്ങനെയാണെങ്കിൽ ആ പക്ഷത്തെ അടിച്ചൊതുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ആവശ്യമായി മാറി. ആരെ? മുഖ്യമന്ത്രി കസേര മോഹിച്ചിരിക്കുന്ന സതീശന്റെ ആവശ്യമായി മാറി എന്നുള്ള മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ അതുപോലെ കുറെ ആൾക്കാർക്ക് അതങ്ങനെ ചിന്ത വന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് അതിന് തടസ്സം നിൽക്കുന്നവരെ മുഴുവൻ വെട്ടി നിരത്തുക. അങ്ങനെ വെട്ടി നിരത്തുമ്പോൾ ആദ്യം വെട്ടി നിരത്തേണ്ടത് തായ്തടി തന്നെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ അങ്ങോട്ട് വെട്ടി. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വെട്ടിയോടുകൂടി അത് ശരിയായ സ്ഥലത്തായിരുന്നു വെട്ടിയെന്ന് മനസ്സിലായില്ലേ? ശരിയായ സ്ഥലത്ത് തന്നെയാണ് വെട്ടിയത്. രാഹുൽ തീർന്നില്ലേ? ഇനി രാഹുലിന് കാണും ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് എവിടെയെങ്കിലും നിർത്തി കഴിഞ്ഞാൽ അയാളെ വിജയിപ്പിച്ചെടുക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാ? കോൺഗ്രസിനല്ലേ? അവിടെയുള്ള കോൺഗ്രസ് പ്രവർത്തകർ മുഴുവൻ അദ്ദേഹത്തിന് വോട്ട് കൊടുക്കും. അതിനു പുറമെ രാഹുലിന്റെ ഇന്നത്തെ ഈ അവസ്ഥയ്ക്ക് കുറെ ആൾക്കാർ, കുറെ പേർ സഹാനുഭൂതി വോട്ടുകളുണ്ട്. ആ വോട്ടുകളെല്ലാം രാഹുലിന് കിട്ടും. അങ്ങനെ വരുമ്പോൾ പുഷ്പം പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കും. അങ്ങനെ ജയിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ വീണ്ടും തങ്ങളുടെ ഉദ്ദേശം എന്താണോ, എന്തിനാണോ രാഹുലിനെ കൂട്ടാൻ വേണ്ടി നമ്മൾ ഇറങ്ങി തിരിച്ചത്, ആ ഉദ്ദേശം എന്താണ്? നടക്കാതെ വരും. മനസ്സിലായില്ലേ? അതായത് രാഹുൽ മാങ്കൂട്ടം ഈ കേസിൽ നിന്ന് മുക്തമായി വരണമെന്നും അയാളുടെ രാഷ്ട്രീയ ഭാവി ശോഭനമായിരിക്കണമെന്നും ഈ നാട്ടിന് അയാളുടെ സേവനം ആവശ്യമുണ്ട് എന്നും ഇവിടുത്തെ രണ്ട് രാഷ്ട്രീയ പാർട്ടികളും ഇപ്പൊ വിശ്വസിക്കുന്നില്ല. അവർക്ക് ആവശ്യമില്ലെന്ന്. അവരുടെ ചില നേതാക്കന്മാരുടെ യാത്രയ്ക്ക് തടസ്സമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുൽ അത് മനസ്സിലാക്കിക്കൊണ്ട് രാഹുലിന് ഈ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരണമെന്നുണ്ടെങ്കിൽ ഞാൻ മത്സരിക്കാൻ പോവാണ് എന്നൊരു നിലപാടെടുത്തുകൊണ്ട് നമ്മുടെ നിയമസഭയിൽ പോകാനൊരു തീരുമാനമെടുത്തല്ലോ. ആ തീരുമാനമെടുത്തതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിന് ഏറ്റവും അനുയോജ്യമെന്ന് തോന്നുന്ന ഒരു സ്ഥലത്ത് ഞാൻ ഇവിടെ മത്സരിക്കാൻ പോകുന്നു എന്നൊരു തീരുമാനമെടുത്തുകൊണ്ട് നിങ്ങൾ സീറ്റ് തന്നാലും ഇല്ലെങ്കിലും ഞാൻ അവിടെ സ്വന്തമായിട്ട് മത്സരിക്കും എന്ന നില വന്നു കഴിഞ്ഞാൽ അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പരാജയപ്പെടുന്ന അവസ്ഥ വരും. രാഹുലിന് വോട്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ CPM അല്ലെങ്കിൽ BJP പുഷ്പം പോലെ ജയിക്കും. അങ്ങനെ ജയിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ ഒരു സീറ്റ് അവർക്ക് നഷ്ടപ്പെടാൻ അവർ കൂട്ടുനിൽക്കുവോ? ഇല്ല. പകരം രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കും. രാഹുൽ മാങ്കൂട്ടത്തിൽ പൂർവാധികം ശക്തിയോടെ കയറി വരും. കേസുകളൊക്കെ അതിന്റെ വഴിക്ക് നടക്കട്ടെ. കേസുകൾ കണ്ടമാനം കേസുകളുണ്ട് അവിടെ. കേസുകൾക്ക് ഒരു പരിധിയുണ്ട്. അത് കോടതി അതിന്റെ വഴിക്ക് നീങ്ങിക്കോളും. എന്നാൽ അതൊന്നും മനസ്സിലാക്കാതെ എല്ലാ കേസുകളും ഒതുങ്ങട്ടെ, എല്ലാ കുരുക്കുകളും അഴിയട്ടെ, അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ മത്സരിച്ചോളാം, അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ MLA ആയിക്കോളാം, അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കയറിയിരുന്ന് ഭരിച്ചോളാം എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ മണ്ണും ചാരി ഇരുന്നവർ പെണ്ണും കൊണ്ട് പോകും. അത് മാത്രമേ ഞാൻ പറഞ്ഞോളൂ. Different angles. Don't forget to subscribe and support this channel.